ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശിയാൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി. സ്വർഗം പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് പ്രകാരമാണ്. ഇത് തന്നെയാണ് ജപമാലയിലും നാം ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയായി മാറുന്നു ജപമാല. 1214 വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ സമ്മാനിക്കുകയായിരുന്നു ജപമാല. അതിലൂടെയാണ് ജപമാല ഭക്തിയുടെ തുടക്കവും. ജപമാല ചൊല്ലാത്തത് പാപമാണോ? ഒരിക്കലുമല്ല. ജപമാല ചൊല്ലാത്തത് പാപമല്ല. എന്നാൽ ഇതിലൂടെ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധത്തിനും ദൈവകൃപയുടെ ഒഴുക്കുകുറവിനും കാരണമാകുന്നു. ഓരോ തവണയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നരകം ഞെട്ടിവിറയ്ക്കുന്നു എന്നാണ് വിശുദ്ധ പാദ്രി പിയോ പറയുന്നത്. അദ്ദേഹം ദിവസം തോറും 40ഓളം ജപമാലകൾ ചൊല്ലുമായിരുന്നു. ജപമാല ചൊല്ലുമ്പോൾ നാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ അമ്മ നമ്മുടെ കരങ്ങളിൽ പിടിച്ച് ദൈവസന്നിധിയിൽ നമ്മെ എത്തിക്കുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും കാവലും നമുക്ക് അനുഭവിക്കുന്നു. ദൈവകൃപ നിറഞ്ഞവളായ പരിശുദ്ധ മറിയം നമുക്കെല്ലാവർക്കും വേണ്ടി ഈശോയുടെ മധ്യസ്ഥം നേടി അപേക്ഷിക്കട്ടെ. ആമേൻ.